നിർണായകമായ കാര്യം അറസ്റ്റ് തടയുന്നില്ല കോടതി എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും സെഷൻസ് കോടതിയിൽ തിരിച്ചടി ഉണ്ടാവുകയാണ്. രണ്ടാമത്തെ കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസകരമായ നിലപാടുണ്ടാകുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സെഷൻസ് കോടതിയിൽ രണ്ടാമത്തെ കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല. തിങ്കളാഴ്ചത്തേക്ക് ഇത് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സെഷൻസ് കോടതി നിർണായകമായ തീരുമാനമെടുക്കുന്നത്. 0 FIR രജിസ്റ്റർ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ വാദങ്ങൾ ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിൽ നിർണായകമായ തീരുമാനം വരുന്നു. അറസ്റ്റ് തടഞ്ഞില്ല, അറസ്റ്റിന് വിലക്കില്ല എന്നതാണ്. രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. യുവതിയുടെ പരാതിയിൽ ഇതാ അറസ്റ്റ് തടയാതെ കോടതി നിലപാടെടുക്കുന്നു. ഹരിമോഹൻ, നിർണായകമായ തീരുമാനം വരികയാണ്. ക്ഷമിക്കണം, ഈ വാദം കേട്ട ശ്യാം ദേവരാജിലേക്ക് നമുക്ക് ആദ്യം പോകാം. ശ്യാം, രണ്ടാമത്തെ കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല. സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ തന്നെയാണ്. ഒരു പ്രാഥമികമായ ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിലിന് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിൽ ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് ഈ രാഹുലിന്റെ രണ്ടാമത്തെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 7 തിങ്കളാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. അന്നത്തേക്ക് പോലീസ് റിപ്പോർട്ട് നൽകണം. പോലീസ് റിപ്പോർട്ട് നൽകിയതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി മറ്റ് വാദങ്ങൾ കേൾക്കുക. ഇതിൽ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ട കാര്യം ഒന്നാമത്തേത് അറസ്റ്റ് തടയണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അറസ്റ്റ് തടയണം എന്ന ആവശ്യത്തിൽ ഇത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണിതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നു. അറസ്റ്റ് തടയണമെന്ന ആവശ്യവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചു. ഈ രണ്ടാമത് ലഭിച്ച പരാതി അനുസരിച്ച് പരാതിക്കാരിയുടെ പേരോ സംഭവ സ്ഥലമോ വ്യക്തമല്ല എന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത്, കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, ഒരു ഇമെയിലിലൂടെയാണ് പരാതി ലഭിച്ചത്. ആ ഇമെയിലിൽ പേര് വ്യക്തമല്ല, മറ്റ് ചില വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇമെയിൽ ഐഡിയിലൂടെയും പേരിൽ, പരാതിക്കാരിയുടെ പേരിൽ വ്യക്തതയില്ല. മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. എപ്പോൾ നടന്നു, എങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റി ഒന്നും ഒരു വിവരവുമില്ല എന്ന കാര്യവും കൂടി വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റം, ഒപ്പം ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയ കേസിൽ ആദ്യ കേസിലെ അറസ്റ്റ് ഹൈക്കോടതി ഇന്ന് തടഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും കൂടി അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇത് രണ്ടാമത് വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു പരാതിയാണ് എന്നായിരുന്നു അഭിഭാഷകൻ കോടതി അറിയിച്ചത്. മാത്രമല്ല, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വന്ന പരാതിയാണ് എന്ന കാര്യവും കൂടി കോടതി അറിയിച്ചു. പക്ഷെ അതിൽ പ്രോസിക്യൂഷൻ ഈ അറസ്റ്റ് തടയുന്ന ആവശ്യത്തെ എതിർത്തു. അറസ്റ്റ് തടയരുത് എന്ന ആവശ്യം ഉന്നയിച്ചു. ആ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. കാരണം പോലീസിന്റെ റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം മാത്രമേ അക്കാര്യം പരിഗണിക്കാവൂ എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ആ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രോസിക്യൂട്ടർ ഇന്ന് കോടതിയിൽ പറഞ്ഞൊരു കാര്യം, രാഹുലിന്റെ സ്വന്തം പാർട്ടിയുടെ, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ KPCC പ്രസിഡന്റാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം ഖണ്ഡിച്ചുകൊണ്ടുള്ള പ്രോസിക്യൂഷന്റെ വാദം അതായിരുന്നു. രാഹുലിന്റെ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെയല്ലേ ഈ പരാതി കൈമാറിയതെന്നാണ്